നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ റോഡിലെ കുഴിയിലകപ്പെട്ട് യുവാവ് മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. രാത്രി മേലെ പട്ടാമ്പിയിൽ നടന്ന റോഡ് ഉപരോധത്തെ തുടർന്നാണ് സമരക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. പട്ടാമ്പി കൽപ്പകയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയത്. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച പരിഹരിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചു. ആഴ്ചകളേറെയായിട്ടും ടൗണിലെ കുഴികൾ അടയ്ക്കുവാൻ ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രവർത്തകർ റോട്ടിൽ കുത്തിയിരുന്നതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. തുടർന്ന് പോലീസ് ഇടപെടുകയായിരുന്നു. ഇതിനിടെ നേരിയ സംഘർഷാവസ്ഥയ്ക്കും ഇടവരുത്തി. പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. പ്രതിഷേധ പരിപാടികൾ KPCC അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, എന്നെ നിങ്ങളെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ നമ്മുടെ ഈ നാടിന്റെ അതിർത്തി കാത്തിട്ടുള്ള ഒരു ധീര ജവാന്റെ ഒരു ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇന്ന് ഈ റോഡ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണ്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഒരുപാട് പേർക്ക് ശരീരങ്ങളിൽ പല അപകടങ്ങളും പറ്റുന്നു. ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ റോഡ് അത് ഈ പട്ടാമ്പിയിലാണ്. നമുക്കറിയാം, ഈ പട്ടാമ്പി പാലത്തെ സംബന്ധിച്ച് എത്രമാത്രം ആളുകൾക്കാണ് അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുള്ളത്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ, ഉമ്മർ കീഴായൂർ, സഹലഴകൻ, OT ഷമീർ, ജമാൽ മപ്പാട്ടുകാര, ഷാഫി മരുദൂർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പട്ടാമ്പിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു സമരം. പട്ടാമ്പി കൽപ്പകയിലെ റോഡിലെ കുഴിയിൽ വീണ് മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പി ഗാന്ധി സ്ക്വയറിലായിരുന്നു പ്രതിഷേധം ഒരുക്കിയത്. മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി CA റാസി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നിരവധി കാലമായി പട്ടാമ്പിയിൽ വളരെ കൃത്യമായി നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പട്ടാമ്പിയുടെ ഈ റോഡ്, പ്രധാനപ്പെട്ട ഈ റോഡ് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമാകുന്നതാണ്. MLA അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വരാനുള്ള ഒരു പ്രൊജക്റ്റിൽ മാത്രം ഉൾപ്പെടുത്തി അത് നന്നാക്കാൻ സാധ്യമാകൂ എന്ന് പറയുന്ന MLAയും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ളവർ, അവർ അതിന് മറുപടിയായി അവരുടെ തന്നെ ആളുകളോട് സംസാരിക്കുന്നത് പട്ടാമ്പി പുലാമന്തോൾ റോഡ് 3 വർഷത്തിലധികം കടന്നു. കുണ്ടും കുടിയുമായി നിരവധിയാകുന്ന പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായി. വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധവുമായി കടന്നു വന്നു. പക്ഷേ ആ റോഡ് നന്നാക്കിയപ്പോൾ ജനം അതെല്ലാം മറന്നു എന്നുള്ള ആ ഒരു ധിക്കാരത്തിന്റെ പുറത്താണ് MLAയും ഇടതുപക്ഷവും കടന്നു പോകുന്നത് എങ്കിൽ ഇത് വളരെ പ്രയാസകരമായിരിക്കും നാളെയുടെ നാളുകൾ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. മണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ വെളിയൂർ അധ്യക്ഷനായിരുന്നു. AKM ഹനീഫ, ഷബീർ തോട്ടത്തിൽ, PM സൈഫുദ്ദീൻ, ഷെഫീഖ് പുഴക്കൽ, ഷിയാബ് കരിമ്പുള്ളി, സിദ്ദീഖ് റഹീമി, മൻസൂർ പാലത്തിങ്കൽ, VPM ഇസ്ഹാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒടുവിൽ അധികൃതർ കണ്ണു തുറന്നു. പട്ടാമ്പി ടൗണിലെ കുഴികളടയ്ക്കുന്ന പ്രവർത്തികൾ തുടങ്ങി. ഒടുവിൽ അധികൃതർക്ക് കണ്ണു തുറക്കുവാൻ ഒരു ജീവൻ പൊലിയേണ്ടി വന്നു. പട്ടാമ്പി ടൗണിലെ റോട്ടിൽ രൂപപ്പെട്ട കുഴികളിൽ ഓട്ടയടക്കൽ പ്രവർത്തനങ്ങളുമായി അധികൃതർ രംഗത്തിറങ്ങി. ഞായറാഴ്ച രാവിലെ മുതലായിരുന്നു ഓട്ടയടക്കൽ പ്രവർത്തികൾ ആരംഭിച്ചത്.
കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മേലെപ്പട്ടാമ്പി കൽപ്പകയിലെ കുഴിയിൽ അകപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ പരുതൂർ മംഗലം സ്വദേശി സജീഷ് ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചത്. കുഴിയിൽ നിന്നും ബൈക്ക് കയറ്റുന്നതിനിടെ ബസ്സിനടിയിലേക്ക് തെന്നി മറിയുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വ്യാപകമായ പ്രതിഷേധവും പട്ടാമ്പിയിൽ അരങ്ങേറുകയുണ്ടായി. യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസുമെല്ലാം പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങി. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പോൾ കുഴിയടക്കൽ ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി ടൗണിൽ ചതിക്കുഴികൾ രൂപപ്പെട്ടുവെന്ന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ACV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അധികൃതരാരും തിരിഞ്ഞു നോക്കിയില്ല. റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ ഇരുചക്രവാഹനങ്ങൾ വീണുള്ള അപകടങ്ങളും വീഡിയോ സഹിതം വാർത്ത നൽകിയതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഴ വിട്ടുനിന്നിട്ട് പോലും കുഴിയടയ്ക്കുവാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഒടുവിൽ ഒരു ജീവൻ പൊലിയേണ്ടി വന്നു ഈ കുഴികൾ അടയ്ക്കുവാൻ. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ സഹായം നൽകി. ശനിയാഴ്ച വൈകിട്ട് മെയിൻ റോഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷിന് ക്ലബ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, സെക്രട്ടറി ബിജു കടവരാത്ത്, ട്രഷറർ സജീഷ് കളത്തിൽ എന്നിവർ ചേർന്ന് ചെക്കു കൈമാറി. ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം VS ശിവാസ്, ക്ലബ്ബ് രക്ഷാധികാരികളായ TK സുനിൽകുമാർ, ജോസ് വടക്കേ തലക്കൽ, ജനാർദ്ദനൻ, TK മണികണ്ഠൻ, പ്രവാസി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങി നാട്ടുകാരും ഓട്ടോ ടാക്സി ചുമട്ടുതൊഴിലാളികളും പങ്കെടുത്തു. കേരള മാതൃക പല കാര്യങ്ങളിലും ലോകത്ത് ശ്രദ്ധേയമായിട്ടുണ്ട്. അത് വിദ്യാഭ്യാസത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ. എന്നാൽ ദുരന്തങ്ങളെ നേരിടുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള കേരള മാതൃകയാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. ഈ ദുരന്തത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് അതിനെ നാം നേരിട്ട രീതിയാണ്. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഇന്ന് ഇതുവരെ ഇത് 10ാമത്തെ CMDRF സംഭാവനയാണ് ഏറ്റുവാങ്ങുന്നത്. തൃത്താല മണ്ഡലത്തിൽ നിന്ന് മാത്രം ഇത് ഇതുവരെ 10ാമത്തേതാണ്. ഇനി 4-5 സ്ഥലത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തബാധിതർക്കായി ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ നൽകി. ശനിയാഴ്ച വൈകിട്ട് ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MP രാജേഷിന് ക്ലബ് സെക്രട്ടറി AM ഇക്ബാൽ, രക്ഷാധികാരികളായ PS വിനു, ബാബു നാസർ, ശ്രീരാഗ് അമ്പാടി, റസാഖ് ഇടയത്തുവളപ്പിൽ എന്നിവർ ചേർന്ന് ചെക്കു കൈമാറി. ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നൌഷാദ് മുക്കൂട്ട, ഹുസൈൻ അറക്കൽ, ഷാജഹാൻ നാലകത്ത്, CV ഷാബു എന്നിവർ സംസാരിച്ചു. ക്ലബിലെ ആദ്യകാല അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിനായി ക്ഷേമ പെൻഷൻ തുക നൽകി ചാലിശ്ശേരി പെരുമണ്ണൂർ ചൗച്ചേരി സ്വദേശി ചാത്തപ്പൻ മകൻ ശങ്കരൻകുട്ടി മാതൃകയായി. തന്റെ 1 മാസത്തെ ക്ഷേമ പെൻഷൻ തുക 1600 രൂപ മന്ത്രി MP രാജേഷിന് കൈമാറി. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം VS ശിവാസ്, വിജയമ്മ ടീച്ചർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ശങ്കരേട്ടൻ അദ്ദേഹത്തിൻ്റെ 1 മാസത്തെ ക്ഷേമ പെൻഷനാണ് 1600 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. സംഭാവന നൽകിയെന്ന് മാത്രമല്ല, അദ്ദേഹം ആ പൈസയും കൊണ്ട് വന്ന് എന്നോട് പറഞ്ഞത് മരുന്നൊക്കെ പിന്നെ വാങ്ങാം, ഇപ്പോൾ ഇത് നടക്കട്ടെ എന്നതാണ്. ഇതാണ് മലയാളിയുടെ വിശാലമായിട്ടുള്ള ഹൃദയ വിശാലത എന്ന് പറയുന്നത്. ഇതിന് ശങ്കരേട്ടനോട് പ്രത്യേകമായ നന്ദി. മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറയും തൃപ്പൂത്തിരിയും നടന്നു. രാവിലെ ക്ഷേത്രമേൽശാന്തി രാജീവിന്റെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു.
തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് PS രാഘവൻ, നെൽക്കറ്റകൾ സെക്രട്ടറി MB ദേവദാസ്, ട്രഷറർ VK ശിവദാസൻ മറ്റ് ക്ഷേത്ര ഭാരവാഹികൾക്കും തലയിൽ വെച്ചു നൽകി. തുടർന്ന് പൂജിച്ചതിനു ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. ഒരു മാസമായി തുടർന്നു വരുന്ന രാമായണ പാരായണത്തിന്റെ അവസാന ദിവസമായ 16 വെള്ളിയാഴ്ച മഹാഗണപതി ഹോമവും മറ്റ് വിശേഷാൽ പൂജകളും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ നാടിനിപ്പോൾ വലിയ ദോഷങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദോഷങ്ങൾ ഒക്കെ അകറ്റി തരണേ ഭഗവാനെ. ഞങ്ങൾക്ക് പ്രകൃതിയോട് ഒന്നും കൂട്ടിയാൽ പറ്റില്ല. ആ പ്രകൃതി നിയന്ത്രിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കിവിടുന്ന് ഒരുമിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ചുരുട്ടുവേറ്റി പോകുമ്പോൾ അതിൻ്റെ നേരെ പുറകിൽ ഓം ശിവായ ശങ്കര, നം ശിവായ ശങ്കര എന്ന് ജപിച്ചുകൊണ്ട് നീങ്ങാം. നമുക്ക് ഒരുമിച്ച് അവിടെ ചെന്ന് ഭഗവാന്റെ അവിടെ പൂജ നടത്തി ഭഗവാന്റെ 2 കട്ടളത്തണ്ടുമിലും ഈ 2 കതിര് വീതം വെച്ച് പിന്നെ കതിരൂടെ വിതരണം ചെയ്യും. അതിലൊക്കെ പങ്കാളികളാകാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. തന്ത്രി പ്രതിനിധി ജയൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു. പ്രദീപ് നമ്പൂതിരി, കൃഷ്ണപ്രസാദ് നമ്പൂതിരി, മേൽശാന്തി രാധാകൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് M സുബ്രഹ്മണ്യൻ, സെക്രട്ടറി CK മാധവൻ നായർ, കോർഡിനേറ്റർ CK വിനോദ് എന്നിവർ നേതൃത്വം നൽകി. തളി വീരസ്ഥാനം ഭഗവതി ക്ഷേത്രത്തിൽ നിറപുത്തിരി ആഘോഷിച്ചു. ക്ഷേത്രം മൂത്ത അടികൾ ശങ്കരനാരായണന്റെ നേതൃത്വത്തിൽ പ്രസന്നൻ അടികൾ മഹാഗണപതി ഹോമവും പൂജാകർമ്മങ്ങളും മേളഘോഷങ്ങളോടെ നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ അടികൾ, ട്രസ്റ്റ് സെക്രട്ടറി നീലകണ്ഠൻ അടികൾ, മറ്റ് ട്രസ്റ്റ് മെമ്പർമാരായ ശിവശങ്കരൻ PM, സോമൻ, വിശ്വംഭരൻ, ഗോപാലകൃഷ്ണൻ, സേവാസമിതി അംഗങ്ങളായ സഞ്ജയൻ, ആനന്ദൻ, നാരായണൻ, ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് നെൽക്കതിരുകളും പുത്തിരിപ്പായസം, പ്രഭാത ഭക്ഷണം എന്നിവ നൽകി. ക്ഷേത്ര മാനേജർ VP ഗിരി നന്ദി പറഞ്ഞു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.